കപ്പടിച്ചത് സ്പെയിൻ ആണെങ്കിലും നമ്മൾ ലയണൽ മെസ്സിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ടൂർണമെൻറ്റ് തുടങ്ങും മുമ്പ് വരെ ഞാൻ സത്യസന്ധമായി ലയണൽ മെസ്സി ഇത്രയും മികച്ചൊരു പെർഫോമൻസ് പുറത്തെടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം അയാളുടെ പ്രായം എന്ന് പറയുന്നത് 39. അയാൾ യൂറോപ്പിലെ ഹെവി ലീഗുകളിൽ അല്ലെങ്കിൽ ടോപ്പ് ലീഗുകളിൽ കളിക്കുന്ന ആളല്ല. ഇൻ്റർ മിയാമി പോലെയുള്ള ഒരു ക്ലബ്ബിലായിരുന്നു അയാളുടെ അവസാനത്തെ 2-3 വർഷങ്ങൾ ചിലവിട്ടത്. പക്ഷേ സത്യത്തിൽ മെസ്സി എന്താ പറയുക, നമ്മളെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ സത്യത്തിൽ മെസ്സി ഗോട്ടാണെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചൊരു ലോകകപ്പാണെന്നാണ് ഞാൻ പറയുക. നമ്മൾ ഇന്നലത്തെ മത്സരം മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെയുള്ള ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ ആ ഫൈനലിൻ്റെ ചിത്രങ്ങളൊക്കെ ആയിരിക്കും എന്നും ഓർമ്മയിൽ ബാക്കിയുണ്ടാവുക. പക്ഷേ ആ ഫൈനലിന് മുമ്പ് ആ മനുഷ്യൻ കളിച്ച കളി എന്താ പറയുക, എക്കാലവും ഓർത്തെടുക്കുന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മനസ്സിൽ വിചാരിച്ചിരുന്നു. കാരണം അയാൾക്ക് എല്ലാം കൊണ്ടും ഒരു യോജിച്ച ടൈമായിരുന്നത്. ഒരു വേൾഡ് കപ്പ് അടിക്കാനും ഒരു ഗോഡ് ഡിബേറ്റിൽ മെസ്സിക്കൊപ്പം എത്തണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചത് തിരിച്ചാണ്. മെസ്സിൻ്റെ റേഞ്ച് ഒന്നുകൂടി മുകളിലേക്ക് വെച്ച ഒരു ടൈമാണ്. നമുക്ക് അർജൻറ്റീനൻ ടീമിൻ്റെ കളിശൈലിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കോച്ചിൻ്റെ ടാക്ടിക്സിനെ കുറിച്ചൊക്കെ പല വിമർശനങ്ങളുണ്ടാവും. പക്ഷേ മെസ്സിയെക്കുറിച്ച് മാത്രം ആർക്കും അയാളുടെ അല്ലെങ്കിൽ എബിലിറ്റിയിലോ അയാളെ ഗോട്ട് പ്രഭാവത്തിലൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെസ്സിയെ കാണാനില്ല, ഈ ട്രോളുകളൊക്കെ ഇറക്കുന്നുണ്ട്. മെസ്സിയെ ഇറക്കാതെ കളിച്ച സ്കെലോണിയാണ് ഈ മത്സരം തോൽക്കാൻ ഉത്തരവാദി. അത് മെസ്സി ഈ ഒരൊറ്റ മത്സരത്തിൽ കളിക്കാത്ത, ടച്ചുകൾ കാര്യമായിട്ട് എടുക്കാത്തതിന് വേണ്ടി ഇത്രയും വിമർശനം കിട്ടാനുള്ള കാരണം അവർ മെസ്സിയിൽ നിന്നും ഈ പ്രായത്തിലും കുറേയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. കാരണം അദ്ദേഹം കാണിച്ചു തന്നു, ആദ്യ മത്സരത്തിൽ ഒരു ഹാട്രിക് അടിച്ച് തുടങ്ങിയതാ. എന്നിട്ട് ഈ 20കളുടെ ചെറുപ്പത്തിൻ്റെ അവസാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചോരത്തളപ്പിൻ്റെ പ്രായത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എംബാപ്പയോടും ഹാളൻഡിനോടും മത്സരമാണ്. ഇന്ന് നീ ലീഡ് എടുത്താൽ നാളെ ഞാൻ ലീഡ് എടുക്കും. ഒരു ഗോൾഡൻ ബൂട്ടിന് വേണ്ടിയിട്ടുള്ള റേസൊക്കെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ഓഫ് മെസ്സിയാണത്. കാരണം മെസ്സി നമ്മൾ എന്നും കാണുന്നത് എങ്ങനെയാണ്, ഒരു ക്രിയേറ്റർ ആയിട്ടാണ്, ഒരു നമ്പർ 10 ആയിട്ട്, ഒരു ഓർക്കസ്ട്രേറ്റർ ആയിട്ടാണ്. പക്ഷേ ഇവിടെ കാണുന്നത് അങ്ങനെയല്ല, ഒരു പോച്ചറാണ്. കിട്ടുന്ന എല്ലാ അവസരങ്ങളും പോസ്റ്റിലേക്ക് അടിക്കണം. അങ്ങനെ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർത്തിയാണ്. എന്തിന്, ഗോളിനോട്, കളിയോട്, ഫുട്ബോളിനോട് ഒരു ആർത്തി കാണിക്കുന്ന മെസ്സി നമ്മൾ കണ്ടു. അപ്പോൾ അത് അങ്ങോട്ട് തുടർന്നു. പക്ഷേ ആ ഒരു തുടർച്ച ടീമിനെ എത്തരത്തിൽ ബാധിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ മെസ്സി മനസ്സിലാക്കിയില്ല എന്ന് തോന്നുന്നു. കാരണം മെസ്സി എല്ലാത്തിനും മുന്നിലുണ്ടാകും എന്നുള്ളത് ധൈര്യം ആ ടീമിന് കിട്ടി. മെസ്സിക്ക് അപ്പുറത്തേക്ക് ഞങ്ങളും കൂടി കളിക്കണമെന്നൊരു തോന്നൽ ആ ടീമിന് കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ മെസ്സിയിൽ അവർ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിപ്പോയി. മെസ്സി നമ്മൾ ഈ മെസ്സി വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഈ 39-ാമത്തെ വയസ്സിലൊക്കെ മെസ്സി വേൾഡ് കപ്പ് നമ്മൾ പ്രതീക്ഷിച്ചത് മുമ്പ് സ്കോൾസ് റിട്ടയർ ചെയ്ത് പോയതിന് ശേഷം മുന്നേറ്റ് തിരിച്ചു വിളിക്കുന്നൊരു പരിപാടിയുണ്ട്. അതായത് അവിടെ മിഡ്ഫീൽഡിൽ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ വേണം. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോപ്പർ ഇൻബാലൻസ് വരുന്നുള്ളൂ. അപ്പോൾ മെസ്സി പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോൾ, ഒരു ചാമ്പ്യൻ ടീമിൽ നിന്ന് മെസ്സി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു ചാമ്പ്യൻ ടീമിന് ഡിപ്പ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മെസ്സിയെ ഉപയോഗപ്പെടുത്തി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ അവിടേക്കുള്ള ഒരു ലിങ്ക്, ഒരു ചെയിൻ ആക്കിയിട്ടായിരുന്നു മെസ്സിയെ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള കണക്കായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു ലിങ്കിലപ്പുറത്തേക്ക് ആ ഒരു മുന്നോട്ടേക്ക് നയിക്കുന്ന എഞ്ചിനായി മെസ്സി മാറി എന്നുള്ളതാണ്. അപ്പം മെസ്സിയെ പറ്റി നമ്മൾ ഈ ഇത്രയും കളിയാക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ അവസാന മത്സരത്തിനെ പറ്റി വരുന്നതിൻ്റെ കാരണം മെസ്സി അയാളൊന്ന് തോറ്റ് കാണാനുള്ള ആഗ്രഹം, അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അയാൾ എന്തായിരുന്നു അയാൾ ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാവരും പറഞ്ഞിരുന്നത് അയാൾ നോക്കൗട്ട് വരുമ്പോൾ പതറും, അല്ലെങ്കിൽ നല്ല ടീമിന് വരുമ്പോൾ പതറുന്നു. പക്ഷേ ഏറ്റവും ബീസ്റ്റ് മോഡ് വന്നത് ഏറ്റവും നിർണായക മാച്ചിൽ ഏറ്റവും ശക്തരായ എതിരാളികൾക്കാണ്. ഇംഗ്ലണ്ടിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ അനദർ ആംഗിൾ നമ്മൾ കണ്ടത്. പിന്നെ ഗോൾ അടിക്കുന്നതിൽ മുന്നിലായിരുന്നു. അസിസ്റ്റുകൾ അവസാന മത്സരമായപ്പോഴും അസിസ്റ്റുകൾ ഒരുക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ അയാളും ഒരു മനുഷ്യനാണ് എന്ന് തെളിഞ്ഞൊരു ദിവസമായിരുന്നു സത്യത്തിൽ ഇന്നലെ. കാരണം അവസാനം 120 മിനിറ്റ് വരെ അയാളുള്ളിടത്തോളം കാലം ഒരു ത്രെട്ട് സ്പെയിനുണ്ടായിരുന്നു. കാരണം അവസാനത്തെ 5-6 മിനിറ്റിൽ മെസ്സി ഒരു ഫ്ലോയിലേക്ക് തിരിച്ചെത്തിയിരുന്നു കേട്ടോ. ആ ഇംഗ്ലണ്ടിനെതിരെ കണ്ട മെസ്സി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മെസ്സി ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്, അത് ആരുടെ മുഖത്തൊക്കെ കൊള്ളുന്നുണ്ട്, മെറീനോയുടെ മുഖത്ത് കൊള്ളുന്നുണ്ട്. മെസ്സി ഒരു ഫ്ലോയിലേക്ക് ഇങ്ങനെ മാറി തുടങ്ങിയിരുന്നു. പക്ഷേ അയാൾക്കൊരു കൂടെ നിൽക്കാൻ പിന്തുണയില്ല. പിന്നെ ഈ 39 വയസ്സായിട്ടും മെസ്സിനെയാണ് എല്ലാവരും പറയുന്നത് മെസ്സിനെ ഇറക്കിയില്ല. എന്താ അൽവാരസൊക്കെ എവിടെയായിരുന്നു എന്നല്ലേ, അൽവാരസിനൊക്കെ കണ്ടതുപോലും ഇല്ല എന്നാണ് തോന്നുന്നത്. അതിൽ നൂറൊക്കെ എന്താണ് മെസ്സിയുടെ ഈ ഒരു ടൂർണമെൻറ്റിലെ പെർഫോമൻസ് കാണുമ്പോൾ പറയാനുള്ളത്? അല്ല, മെസ്സി എന്നുള്ള ഒരു ഫാക്ടർ ഈ മറ്റേ KGF ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മകൻ്റെ അടുത്ത് പറയുന്നത്, നിൻ്റെ പിന്നിൽ 1000 ആൾക്കാരുടെ വിശ്വാസത്തിൽ നീ നിന്ന് കഴിഞ്ഞാൽ ഒരു യുദ്ധം ജയിച്ചേക്കാം, പക്ഷെ നിൻ്റെ പിന്നിൽ 1000 ആളുകൾക്ക് നീ മുമ്പിലുണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ലോകം കീഴടക്കാം. എനിക്ക് മെസ്സിനെ എപ്പോഴും ആലോചിക്കുമ്പോൾ ആ ഒരു സംഭവം തന്നെ തോന്നല്. കാരണം എത്രയൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഫൈനൽ വരെ അർജൻറ്റീന എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെസ്സി എന്നുള്ള ഒരൊറ്റ ഫാക്ടറാണെന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ റോഡ്രിനെ കുറിച്ച് നമ്മൾ ഗോൾഡൻ ബോൾ പറയുമ്പം ഒരു ടീം എഫേർട്ട് അതിലുണ്ടായിരുന്നു. പക്ഷേ മെസ്സി എന്നുള്ളൊരു ഫാക്ടർ പറയുമ്പം എനിക്കറിയില്ല, പലപ്പോഴും മെസ്സിയുടെ ആ ഒരു ചില ടൈമിലെ മൂമെൻറ്റ്സ്, മെസ്സിയുടെ ചില നീക്കങ്ങൾ, അതാണ് അർജൻറ്റീനയെ മുമ്പിലെത്തിക്കുന്നത്.
അപ്പോൾ ഏതൊരു മാച്ച് എടുത്തു നോക്ക്, മെസ്സിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത മാച്ചില്ല. അതായത് ഗോൾ സ്ട്രീക്ക് മെസ്സി ഒരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടാവും, പക്ഷെ മെസ്സിയുടെ കോൺട്രിബ്യൂഷൻ സ്ട്രീക്കിൽ അതായത് തുടർച്ചയായ ഒരുപാട് മാച്ചുകൾ ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിബേറ്റിൻ്റെ ഗോട്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് എന്നും മെസ്സി തന്നെയാണ്. കാരണം അത് പല സാഹചര്യങ്ങളിൽ ആൾ തെളിയിച്ച് തന്നിട്ടുള്ളതാണ്. ആ ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ഒരു ഫൈനൽ കണ്ടിട്ട് മാത്രം ആൾ ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. കാരണം ഈ ഫൈനലിൽ സ്പെയിനിൻ്റെ ഒരു എക്സ്ട്രാ എഫേർട്ടും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മെസ്സി മാത്രമല്ലല്ലോ താരങ്ങൾ. ആൽവാരസ് ഉണ്ട്, പിന്നെ വേറെ എത്ര താരങ്ങളുണ്ട്, റെഡ് കാർഡ് ഇട്ട് കയറിപ്പോയ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, പെരേഡസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് താരങ്ങൾ, നിക്കോ ഗോൺസാലസ് ഉണ്ടായിരുന്നു, ഒരു വശത്ത് സിമിയോണ ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നെങ്കിൽ ഇവർ മെസ്സിക്ക് ബോൾ എത്തിച്ചു കൊടുക്കണം, അതെത്തിക്കാനുള്ള ഒരു സ്പേസ് അവർക്കും ലഭിച്ചിട്ടില്ല. ബോൾ എത്തുന്നില്ലായിരുന്നു മെസ്സിയുടെ അടുത്തേക്ക്. ബോൾ എത്തിക്കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ മെസ്സി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആ ഒരു ലാസ്റ്റ് മൂമെൻറ്റിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ മെസ്സി എന്നുള്ള ഡിബേറ്റ് ഒരു ചെറിയൊരു ട്രാജിക് തന്നെ ഉണ്ട്. കാരണം ടൂർണമെൻറ്റിൻ്റെ ഒരു പകുതി വരെ മെസ്സി 3 കാര്യങ്ങളിൽ മുന്നിലായിരുന്നു. ഒന്ന് കപ്പടിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, 2 ഗോൾഡൻ ബൂട്ടിൽ മുന്നിലായിരുന്നു, മറ്റൊന്ന് ഗോൾഡൻ ബോൾ ഏറെക്കുറെ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ ഇന്നലത്തോടെ ഒന്നുമില്ലാത്ത സിറ്റുവേഷനിലേക്ക്. അതാണ്, അതായത് ആക്ച്വലി ഒരു പക്ഷേ ലോകകപ്പ് എന്നുള്ളത് മെസ്സി നേടിയിട്ടില്ലെങ്കിലും നമുക്ക് ഇത്രയൊന്നും സങ്കടം വരില്ല. കാരണം ഓൾറെഡി ഒന്നും ഉണ്ടല്ലോ. പക്ഷേ ഇത്രയും പെർഫോമൻസ്, അതായത് ഒരു 39 വയസ്സെന്നൊക്കെ പറയുന്നത് PKs എന്നൊക്കെ ഫുട്ബോളിൽ 30, 25, 26 അതും കഴിഞ്ഞ് ഒരു 30, 32 ആകുമ്പോൾ ഫുട്ബോൾ ഏജ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ 39 വയസ്സിൽ ആളെങ്ങനെയാണ് ഇങ്ങനെ പെർഫോം ചെയ്യണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഇല്ല. കാരണം ഒരു ഫിസിക്കാലിറ്റി ആൾ വല്ലാതെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ വേറെ എന്ത് എലമെൻ്റാണ് ആളെപ്പോഴും ഡ്രൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആളുടെ ബ്രെയിൻ തന്നെ ചെകന്ന് നോക്കേണ്ടി വരും. ഐക്യമാണ് അയാൾ ഏത് സമയത്ത് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളത്, അയാൾ ഏത് സമയത്ത് പാസ് എടുക്കുന്നു, തിരിയുന്നു എന്നൊക്കെ. അതായത് ഇപ്പം മെസ്സി ഇപ്പം ഇന്നലത്തെ ഗെയിമിൽ ഒരു 10 മിനിറ്റ് മെസ്സിനെ കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു ആള് പൊതുവേ ആളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് ചെന്ന് നിന്ന് സ്കാൻ ചെയ്തിട്ട് കളി വിലയിരുത്തിയിട്ട്. പക്ഷെ ആ ഒരു എലമെൻറ്റ് പിന്നീട് ഗെയിമിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതിലൊരിക്കലും മെസ്സി എന്നുള്ള ഒരു മാത്രമല്ല, മെസ്സി എക്സ് ഫാക്ടറാണ്. പക്ഷെ തോൽക്കുമ്പോഴും മെസ്സിനെ ഒരു എക്സ് ഫാക്ടറാക്കി കാണരുത്. അതിലെല്ലാ ടീം അംഗങ്ങൾക്കും അതിൽ പങ്കുണ്ടെന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ എനിക്കൊക്കെ പേഴ്സണലി ഞാനൊക്കെ ഒരു 20 വർഷമായിട്ട് മെസ്സി, ഞാനൊക്കെ ഒരു കളി കണ്ടു തുടങ്ങുന്ന സമയം തന്നെയാണ് ഈ മെസ്സിയൊക്കെ വരുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം കാണുന്നത് 2006 വേൾഡ് കപ്പാണ്. 2002 ഫൈനൽ ചെറിയൊരു ഗ്ലിംസ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. 2006 ഫൈനലിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ആണ് ഈ ഫ്ലക്സുകൾ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ അന്നത്തെ ഫ്ലക്സുകളിൽ നമ്മുടെ നാട്ടിൽ, എൻ്റെ മദറിൻ്റെ നാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, പുതുപ്പറമ്പ്. അപ്പോൾ അന്നത്തെ ഒരു ഫ്ലക്സിലുണ്ടായിരുന്ന ഡയലോഗ് ഉണ്ടായിരുന്നു, ശത്രു ആരായിരുന്നാലും ഞങ്ങൾക്കൊരു പിൻഗാമി ഉണ്ട് എന്നുള്ള ഡയലോഗായിരുന്നു. അപ്പോൾ മറഡോണ ഇങ്ങനെ കപ്പടിച്ച് വെക്കുന്നു, മെസ്സി ഇങ്ങനെ മുടിയൊക്കെ നീട്ടിയൊരു പയ്യൻ. അപ്പോൾ അന്ന് ഞാനൊന്നും അർജൻറ്റീന ഫാനല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇവരിങ്ങനെ ഒരാളെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ നമ്മൾ ആ ദേഷ്യത്തോടെ മാത്രമാണ് അയാളെ കാണുന്നത്. പിന്നെ അയാൾ ആദ്യത്തെ ഞാൻ കാണുന്നത് ആ സെർബിയ അർജൻറ്റീന ഒരു മത്സരമുണ്ട്. അർജൻറ്റീന അതിഗംഭീരമായി കളിച്ച മത്സരമാണ് 2006 6-0 മത്സരമാണ്. അപ്പോൾ അന്ന് തന്നെ എല്ലാവരും ഗോളടിക്കുന്നുണ്ട് ആ മത്സരത്തിൽ. മെസ്സി പക്ഷേ ലാസ്റ്റ് വന്നൊരു ഗോളടിക്കണം. അപ്പോൾ അന്ന് തന്നെ ഈ അർജൻറ്റീന ഫാൻസ് ഇങ്ങനെ, അന്നൊക്കെ നമ്മൾ ഈ CD കട എന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ കളി കാണുക, TV ഇട്ടിട്ട്. അപ്പോൾ അന്ന് തന്നെ അവർ പറയുന്നുണ്ട്, ആ മെസ്സി അടിച്ചടാ മെസ്സി. കാരണം ഒരു വലിയൊരു വരവ് അർജൻറ്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് അയാളെ ഏറ്റവും ശോകം വേർഷൻ കാണുന്നത് തൊട്ട വർഷം ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ നടക്കുന്നുണ്ട്. അത് ബ്രസീൽ B ടീമാണ് അന്ന് വരിക. ബ്രസീൽ 2004, 2007 B ടീമായിട്ടാണ് കോപ്പയ്ക്ക് വരിക. കാരണം റൊണാൾഡീഞ്ഞോ ഒന്നും ഉണ്ടാവില്ല. അതേസമയം അർജൻറ്റീന ഒരുപാട് കാലം കപ്പില്ലാത്തതുകൊണ്ട് ഫുൾ ടീമും കൊണ്ടായിരിക്കും വരിക. പക്ഷേ ഈ ബ്രസീലായിരിക്കും ജയിക്കുക. 2004 ഈ ഗംഭീരമായി കളിച്ച അർജൻറ്റീന ടീമിനെ അഡ്രിയാനോയുടെ ഗോളിൽ തോൽപ്പിക്കുന്നു. 2007 റോബിഞ്ഞോ ആയിരുന്നു അന്നൊരു ബ്രസീൽ ആകെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാറുള്ളത്. 3-0 മത്സരം ബ്രസീൽ ജയിക്കുന്നു. അന്നും മെസ്സി വളരെ ശോകം മത്സരമാണ്. അതും ഞാൻ കണ്ടൊരു മത്സരമാണ്. പിന്നീട് മെസ്സിയുടെ നല്ല പെർഫോമൻസ് കാണുന്നത് തൊട്ടടുത്ത വർഷം നമ്മളെ ബീജിംഗ് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ ആ ഒളിമ്പിക്സിലും ബ്രസീൽ അർജൻറ്റീന ഒരു ഫൈനൽ ഉണ്ടായിരുന്നു. അന്ന് അർജൻറ്റീന അത് ഗംഭീരമായി കളിച്ചു. പ്രത്യേകിച്ചും മെസ്സി, ഡിമരിയ ആയിരുന്നു ആ ഒരു ഒളിമ്പിക് ടീമുണ്ടായിരുന്നു. മെസ്സിൻ്റെ ഏറ്റവും പീക്ക് പെർഫോമൻസ് കാണുന്നത് അങ്ങനെയാണ്. പിന്നീട് മെസ്സിയുടെ റേഞ്ച് ഇങ്ങനെ മാറി തുടങ്ങുകയാണ്. കാരണം ക്ലബ്ബിൽ മെസ്സി അനദർ ലെവലിലേക്ക് വരികയാണ്. പ്രത്യേകിച്ചും ആ ബാഴ്സലോണയിൽ പെപ്പ് ഗാർഡിയോള വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് മെസ്സിയുടെ ഒരു വേർഷനാണ്. പിന്നീട് നമ്മൾ എല്ലാ കാലത്തൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലൊന്നും എല്ലാ ലാലീഗയൊന്നും കാണാറില്ല. പക്ഷേ പത്രങ്ങളിലൊക്കെ മെസ്സി ഇങ്ങനെ ആഘോഷിക്കപ്പെട്ട് തുടങ്ങുന്നത് ആ 2009-10 കാലഘട്ടത്തിലാണ്. സ്പോർട്സ് പേജിലൊക്കെ, മനോരമയുടെ ആയാലും മാധ്യമത്തിനൊക്കെ സ്പോർട്സ് പേജിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ആ സമയത്താണ് 2010 ലോകകപ്പ് വരുന്നത്. അത് അർജൻറ്റീന ആരാധകർ അത്യാവശ്യം ഹൈപ്പിൽ കൊണ്ടുവന്നൊരു ടൂർണമെൻ്റ് ആയിരുന്നു. കാരണം മറഡോണയായിരുന്നു അന്ന് കോച്ച്. അപ്പോൾ മറഡോണയും മെസ്സിയും വരുന്നു എന്നുള്ള ഒരു ആംഗിളായിരുന്നു. പക്ഷേ ആ ടൂർണമെൻറ്റിൽ മെസ്സി ഒരു ഗോൾ പോലും അടിച്ചില്ല. കാരണം മെസ്സിയുടെ കരിയർ പീക്കാണ് സത്യത്തിൽ 2010 എന്ന് പറയുന്നത്.
മെസ്സിക്ക് എല്ലാ കാലവും പീക്കാണെങ്കിലും 9 ഒരു തട്ട് കുറച്ചുകൂടി നിൽക്കും. പക്ഷേ അന്ന് മറഡോണയുടെ ചില പ്ലേയിങ് സ്റ്റൈലിന് പ്രശ്നങ്ങളായിരുന്നു. മെസ്സി കുറച്ചുകൂടി ഡിഫെൻസീവിലേക്കാണ് കളിപ്പിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. മെസ്സി ഒരു ഗോൾ പോലും ആ ടൂർണമെൻറ്റ് അടിച്ചില്ല മെസ്സിയുടെ. പക്ഷേ ഒരുപാട് ഡ്രിബിങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എവിടെയും ഓർമ്മിപ്പിക്കപ്പെടാതെ പോകുന്നുള്ളത്. ആ ജർമ്മനിയോട് തോറ്റതോടെ ആ ഒരു കാലവും കഴിഞ്ഞു. പിന്നീട് ഇങ്ങനെ മെസ്സിക്ക് മേലെ പ്രഷർ കൂടി വരികയാണ്. നിങ്ങളിങ്ങനെ ക്ലബിൽ ആവുന്നു. മെസ്സിനെ എന്തൊക്കെയാണ് ഇവിടുത്തെ എതിർ ഫാൻസുകാർ വിളിച്ചതെന്നൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവും. ക്ലബ് ശശി എന്നുള്ള ഒരു പേരൊക്കെ ഉണ്ടായിരുന്നു. ക്ലബ്ബിൽ മാത്രം ഫോം ആവുന്നില്ല. അത് പീക്കിലെത്തുന്നത് ആ ഒരു കോപ്പ തോൽവികളാണ്. 15, 16 കണ്ടിന്യൂസ് ആയി തോൽക്കുന്നു. അയാൾ റിട്ടയർഡ് ചെയ്യുന്നു. പിന്നെ 14 വേൾഡ് കപ്പ് സത്യത്തിൽ അയാളുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. കാരണം അയാൾ ഇന്ന് ഈ ടൂർണമെൻറ്റ് ചെയ്ത പോലെ തന്നെ പല മത്സരങ്ങളും അയാൾ ഒറ്റക്കാണ് ചുമലേറ്റത്. എനിക്ക് ഓർമ്മയുണ്ട്, ഇറാനെതിരെയുള്ളൊരു മത്സരമൊക്കെ തോറ്റു എന്നർപ്പിച്ച മത്സരം അയാളുടെ ഒരു ഗോളിലാണ് വിജയിക്കുന്നത്. അതുപോലെ ആ ടൂർണമെൻറ്റിൽ ഉടനീളം ബെസ്റ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലിൽ ഒരിക്കൽ കൂടി തോറ്റിട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ മെസ്സിയൊക്കെ ഒരു സ്നേഹിച്ച് തുടങ്ങുന്നത് ശരിക്കും ആ ഒരു കോപ്പ റിട്ടയർമെൻറ്റിന് ശേഷമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സമയപ്പോഴേക്കും നമ്മളൊരു ലാലിഗയൊക്കെ കാണൽ തുടങ്ങി. അപ്പോഴാണ് ഇയാളുടെ ഒരു റേഞ്ച്, നമ്മൾ ഈ ചെറുപ്പകാലം തൊട്ട് നമ്മളൊരു എതിർ ടീം ഫാൻ എന്നുള്ള രീതി വിചാരിക്കുന്ന ഹൈറ്റ് അല്ല, അയാളുടെ റേഞ്ച് വേറെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് എന്താ ഈ ഒരു 18-19 മെസ്സി അർജൻറ്റീന ടീമിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ അനുഭവിച്ച കാലമാണ്. ഇപ്പോൾ 2019 കോപ്പയാണ് അതിൻ്റെ ഉദാഹരണം. കാരണം മെസ്സി എത്ര ട്രൈ ചെയ്തിട്ടും ഒരു ട്രോഫിക്ക് കിട്ടുന്നില്ല. എന്നിട്ട് അവിടെ ബ്രസീൽ ഈസി ആയിട്ട് വന്ന് വീണ്ടും ഒരു ചാമ്പ്യൻഷിപ്പ് കൂടി അടിക്കുകയാണ് 2019 കോപ്പ. അത് സെമിയിലാണെങ്കിൽ അർജൻറ്റീനയെ ബ്രസീൽ തോൽപ്പിക്കുന്നത്. അതിനുശേഷം മെസ്സി വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മെസ്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഏറ്റവും നിലവാരം കുറഞ്ഞ പ്രസ്ഥാനമൊക്കെ മെസ്സി ഇറക്കുന്നത് ആ കോപ്പയ്ക്ക് ശേഷമാണ്. കാരണം ബ്രസീൽ റിഗ്ഡാണ്, പിന്നെ റഫറി അവർക്ക് അനുകൂലമായി വിധിച്ചു, ഈ കപ്പ് ഓൾറെഡി ബ്രസീലിന് തീരുമാനിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ നിരന്തരം കംപ്ലൈൻ്റ് ആണ്, കോൺമബോൾ എന്താ പറയുക ഒത്തു കളിക്കുന്നു എന്നൊക്കെ രീതിയിൽ മെസ്സി അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയൊരു കാലമാണ്. പക്ഷേ നമ്മൾ ഈ കാത്തിരിക്കുന്നവന് എല്ലാം കിട്ടുമെന്ന് പറയുന്ന പോലെയാണ്. പിന്നീട് ആ സ്കെലോണി വരുന്നു 2022 വേൾഡ് കപ്പ് മുതൽ. പിന്നീട് റെസ്റ്റ് ഈസ് ഹിസ്റ്ററിയാണ്. അല്ല, അയാൾ പൂർണ്ണനാണ്. ഇനി അതായത് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പം ഒരു മെസ്സിനെ കുറിച്ചൊരു പറഞ്ഞ എലമെൻറ്റിലാണ് ഞാൻ വൈറലായത്. അപ്പോൾ ആ എലമെൻറ്റിൽ ഞാൻ പറഞ്ഞ സംഭവം ഇതേ ഉള്ളൂ, അത് ഫുട്ബോളിനോടുള്ള താല്പര്യം എവിടെയൊക്കെയോ കുറഞ്ഞു. കാരണം ഇയാൾ ഇപ്പം ഞാൻ ഫുട്ബോൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാളുടെ ഇപ്പം നിങ്ങൾ കാണാൻ തുടങ്ങിയത് ഒരു 2006 ആ ഒരു ടൈമിൽ വരുന്ന സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ട്. എനിക്കന്ന് ജനിച്ച് ഒരു 2 വയസ്സൊക്കെ ആവുന്നുണ്ടാവുള്ളൂ. അപ്പം നമ്മളൊക്കെ കാണാൻ തുടങ്ങുന്ന ആ ഒരു 12, 13, 14, അതായത് ആളുടെ പീക്ക് എത്തി ടുവേർഡ്സ്, അതായത് നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു പീക്ക് എൻഡ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മൂവ്മെൻറ്റിലാണ് ഞാൻ കാണാൻ തുടങ്ങുന്നത്. ആ കാണുമ്പോഴേ നമ്മൾ മെസ്സി 4-5 പ്ലെയേഴ്സിനെ എടുത്തിട്ട് പോകുന്നു, ഇതാക്കുന്ന, ഒരാൾക്കും പിടിച്ചാൽ കിട്ടുന്നില്ല. പിന്നെ അന്നൊക്കെ മെസ്സി പറഞ്ഞു കഴിഞ്ഞാൽ ഫൗൾ വെച്ചാലും വീഴാണ്ട് ആൾ കടന്നു ഓടുന്ന ഒരു മെസ്സിയാണ്. ആ ഒരു സാധനം കണ്ടിട്ടാണ് നമ്മൾ ഈ ഫുട്ബോൾ കാണുന്നത്. അപ്പോൾ അന്ന് ഫുട്ബോൾ കാണുമ്പോൾ തന്നെ ഇയാൾ ഭയങ്കര വണ്ടറാണ്. ഇപ്പോൾ നമ്മളൊക്കെ അയാളെ ഇൻസ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്കൊന്നും പല ടൈമിലും ഇമിറ്റേറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത സ്കിൽസാണ് മെസ്സി കാണിക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു മെസ്സിനെ കണ്ടിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. അപ്പോൾ അതേ സാധനം ആൾ 39-ാം വയസ്സിലും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അത് അൺബിലീവബിൾ ആണ്. ഞാൻ വേറെ എന്തോ ഒരു കാര്യം പറയാൻ വന്നതായിരുന്നു, ഞാൻ മറന്നുപോയി. പക്ഷേ അല്ലേ ഫസീലിനെ ശരിക്കും ഇന്നലത്തെ ഗോൾഡൻ ബോൾ റോഡ്രി ഡിസേർവ്ഡ് ആണ് അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ സത്യത്തിൽ അതൊരു 50-50 ഗോളായിരുന്നു കേട്ടോ. കാരണം മെസ്സി എല്ലാത്തിലും മുന്നിൽ, അസിസ്റ്റിലുണ്ടായിരുന്നു, ഗോളിലുണ്ടായിരുന്നു, പിന്നെ നിർണായകമായിട്ട് ക്ലച്ച് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അർജൻറ്റീന ഒറ്റയ്ക്ക് തോളിലായിട്ടാണ്. ശരിക്കും മെസ്സിയും ഗോൾഡൻ ബോൾ ഡിസേർവ്ഡ് ആയിരുന്നില്ലേ? അതായത് നമ്മൾ ഈ ഫുട്ബോൾ സ്റ്റാറ്റ്സ് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ മെസ്സിയാണ് അതിനർഹനെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ മെസ്സിക്ക് നമ്മളൊരു 50 ചാൻസ് കൊടുക്കാം. പക്ഷേ എന്തുകൊണ്ട് റോഡ്രിക്ക് പോയി എന്നുള്ളത് നമ്മൾ ഈ സ്പെയിനിൻ്റെ ലൈനപ്സും ചെക്ക് ചെയ്യാം. സ്പെയിൻ കളിച്ച എതിരാളികൾ സ്പെയിനിനെ വിറപ്പിക്കാൻ അല്ലെങ്കിൽ സ്പെയിനെ തോൽപ്പിക്കാൻ പോകുന്ന എതിരാളികളായിരുന്നു. പക്ഷെ അവർക്കൊന്നും ആ ഡിഫെൻസിനെ പോലും കാര്യമായി ത്രെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ബാക്കി പ്ലെയേഴ്സിന് ഒരു ത്രെറ്റ് പോലും കൊടുക്കാത്ത രീതിയിൽ അവരുടെ മിഡ്ഫീൽഡ് ആ അറ്റാക്കുകളെ പലതിനെയും ഡിനൈ ചെയ്തു എന്നുള്ളത്. അതായത് എതിരാളികളെ നിഷ്പ്രഭമാക്കുക എന്നുള്ള കാര്യമുണ്ട്. നമ്മൾ ഈ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് കൂടി നോക്കണം. നമ്മൾ ഈ ഗോൾ അസിസ്റ്റൊക്കെ നോക്കുമ്പോൾ മെസ്സി ഗോളുകളിൽ മുന്നിലെത്തി, അസിസ്റ്റുകളിൽ മുന്നിലെത്തി എന്ന് പറയുമ്പോഴും നമ്മൾ ഈ റോഡ്രിയുടെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സ് നോക്കുന്നില്ല. ഇവർ ഈ ക്ലീൻ ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ക്ലീൻ ഷീറ്റ് ഡിഫൻഡേഴ്സിനും ഗോൾ കീപ്പറിനെ പരിഗണിക്കുന്നത്. പക്ഷേ ആ ഡിഫെൻസീവ് പ്ലെയേഴ്സിലേക്ക് നമ്മൾ ഈ ഡിഫെൻസീവ് മിഡ്ഫീൽഡറെ കൂടി ആഡ് ചെയ്യണം. അവരെടുക്കുന്ന ഒരു ഡിഫെൻസീവ് പവർ റാങ്കിങ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പേജിലിടല്ല, അതിൽ റോഡ്രിയാണ്. അതായത് റോഡ്രിയുടെ ലിസ്റ്റിൽ അങ്ങനെയാണ്. അതായത് റോഡ്രി നമ്മൾ പലപ്പോഴും ഇന്നലത്തെ മത്സരം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വിങ് ബാക്ക് ഓവർലാപ്പ് ചെയ്ത് കയറുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ പൊസിഷൻ ഫിൽ ചെയ്യാൻ റോഡ്രിയാണ് വരുന്നത്. ഇനി 2 വിങ് ബാക്കുകളും പൊസിഷനിലാണ്, റോഡ്രി അറ്റാക്കിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ റോഡ്രി ഓൾ ഇൻ ഓൾ ആയിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെസ്സി അർഹനല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അർഹനാണ് സ്വാഭാവികമായിട്ടും. കാരണം മെസ്സിക്ക് ഗോൾ ഉണ്ട്, അതിൽ മെസ്സി ഉണ്ട്, അസിസ്റ്റിൽ മെസ്സി ഉണ്ട്, ത്രൂ പാസും ഈ പാസും ഒക്കെ നമുക്ക് മെസ്സി ഉണ്ട്. പക്ഷെ നമ്മളതൊരു അറ്റാക്കിംഗ് സൈഡിലാണ് കാണുന്നത്. ഇതിൻ്റെ മറുപുറത്തുണ്ട് ഫുട്ബോളിന് ഇപ്പുറത്തെ ഒരു ഹാഫും കൂടെ ഉണ്ട്. ഇപ്പുറത്തെ ഹാഫിൽ റോഡ്രിയും അതുപോലെ തന്നെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഗോളും അസിസ്റ്റും ഇല്ല. നമ്മൾ സ്ഥിരം കാണുന്ന ഫുട്ബോൾ ടാലിയിൽ ഇല്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റോഡ്രി ഒരുപക്ഷെ നമ്മൾ പറയില്ലേ ഒരു ലാസ്റ്റ് കോൾ എന്തുകൊണ്ട് റോഡ്രിക്ക് കൊടുക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ട് മെസ്സിക്ക് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ട്രോഫി വിജയിച്ചു എന്നുള്ള എലമെൻ്റാണ്. ഇതേ മെസ്സിയും ഇതേ റോഡ്രിയും തമ്മിൽ ഏറ്റുമുട്ടിയൊരു മത്സരത്തിൽ റോഡ്രിയാണ് വിജയിച്ചത്. അതുകൊണ്ട് റോഡ്രിക്ക് കൊടുത്തു എന്നുള്ളൂ. നൈസ് എക്സ്പ്ലനേഷൻ ആണ്, നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ്. കാരണം ഇത് എങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കുന്നതായിരുന്നു എൻ്റെ ഇതല്ലേ. നമ്മൾ ഈ മെസ്സി ഒരുപാട് മാജിക്കൽ മൊമെന്റ്സ് ടൂർണമെന്റിലൂടെ നൽകിയിട്ടുണ്ട്. എന്താണ് നൂറയുടെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് എന്താണ് ഈ ടൂർണമെന്റിൽ? ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് ഹാട്രിക്ക്, അൾജീരിയക്കെതിരെ ഹാട്രിക് അടിച്ചത് തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഖ്യാപനമായിരുന്നു. അതെ, പ്രഖ്യാപനമായിരുന്നു. സമ്മർദ്ദമില്ലാത്ത ഒരു മെസ്സിയെ കാണാൻ സാധിക്കും എന്നുള്ളത് കാണുന്ന നമുക്ക് ഒരു നിമിഷത്തിൽ തോന്നിപ്പോയൊരു നിമിഷമായിരുന്നു മെസ്സിയുടെ ഹാട്രിക്. കാരണം ഇതുവരെ മെസ്സി വേൾഡ് കപ്പിൽ ഹാട്രിക് അടിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു മൂമെൻറ്റിലാണ് അൾജീരിയക്കെതിരെ മെസ്സി ഹാട്രിക് അടിക്കുന്നത്. അത് ഓരോ മൂമെൻറ്റും പല പാസും ആലോചിച്ചാൽ മതി. ആ ഒരു മൂന്നാമത്തെ ഗോൾ അടിക്കുന്നതിൻ്റെ മുമ്പ് പലതും വേറെ പ്ലേയേഴ്സിന് അടിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓരോന്നും മെസ്സിക്ക് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്ത് മെസ്സിനെ കൊണ്ട് ഹാട്രിക് അടിപ്പിച്ചൊരു ഗെയിമായിരുന്നു അത്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ മൂമെൻ്റ് ആയിരുന്നു അതായത് മെസ്സിനെ ആസ്പയർ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക്. എനിക്ക് ആ ഈജിപ്തിനെതിരെയുള്ള വീഴ്ചയായിരുന്നു കേട്ടോ. നമ്മൾ പലകുറി പറഞ്ഞൊരു സംഭവമാണ്. കാരണം ആ 2 ഗോളിന് ഈജിപ്ത് മുന്നിൽ നിൽക്കുന്ന സമയത്താണ് ആ മെസ്സി ബോക്സിലേക്ക് ഒരു ഓടിക്കയറുന്നുണ്ട്. അത് സത്യത്തിൽ ഒരു കഞ്ചുക വരവായിരുന്നു. പിന്നീട് ആ മത്സരത്തിൻ്റെ കംബാക്ക് കൂടി നമ്മൾ ചേർത്തിട്ട് ആ വിഷ്വൽ ഒന്നുകൂടിയും കാണണം. ഒരു വരവ് വരുന്നുണ്ട്. ആ വരവ് അത് ഈജിപ്ത് സത്യത്തിൽ എന്താണ് ഇയാളെ തടുക്കാൻ ചെയ്യാന്ന് അറിയാൻ എന്നിട്ട് ഒരു വരവ് വന്നിട്ട് ലാസ്റ്റ് ആ ബോക്സിൽ മെസ്സി അങ്ങ് വീഴാണ്. എന്നിട്ട് മെസ്സിയുടെ ഒരു നോട്ടവും ഉണ്ട്, ആ കിടന്നിട്ടൊരു നോട്ടം ഉണ്ട്. ആ ഫോട്ടോ ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാവും അത് ആരാന്നുള്ളൊരു സത്യത്തിലൊരു ഗൂസ്പംസ് മൊമെന്റ്. ഞാനൊരു അർജന്റീന ഫാൻ അല്ലെങ്കിൽ പോലും എനിക്ക് പോലും അതിൽ ആ ഒരു കുറച്ച് മൊമെന്റിലേ ഒരു 5 മിനിറ്റിൽ നമ്മൾ കണ്ടത് ഒരു എന്താ പറയുക, കണ്ടടാ ഞാൻ എൻ്റെ പഴയ മെസ്സി എന്ന് പറയൂലേ, ആ മൊമെന്റ്സ് ഇംഗ്ലണ്ടിനെതിരെ ഹാരി കെയ്നും ബെല്ലിംഗമിനൊക്കെ ഹാരി കെയ്ൻ ഇങ്ങനെ വരുന്നുണ്ട്, ആളങ്ങനെ തൂക്കിയെടുത്ത് എറിയണ മെസ്സിനെ കണ്ടത്. അതാണ് മെസ്സി എന്നുള്ളൊരു ക്വാളിറ്റി. ഞാൻ പറഞ്ഞില്ല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ പലപ്പോഴും നമ്മളൊരിക്കലും ഭയങ്കര മെസ്സി ഫാൻ അല്ലാത്തതുകൊണ്ട് തന്നെ മെസ്സി കളിക്കുമ്പോൾ നമുക്ക് യെസ് മെസ്സി അങ്ങനെ കളിക്കും, നമുക്കറിയാം നമ്മുടെ റൈവൽ അല്ലെങ്കിൽ മെസ്സി അങ്ങനെ കളിക്കും എന്നുള്ളത് നമുക്ക് ഒബ്വിയസ് ആണ്. പക്ഷെ ഒരു മെസ്സി മൊമെൻ്റ് ഞാൻ കണ്ട മത്സരം ശരിക്ക് നേരത്തെ നൂറ പറഞ്ഞ ഇംഗ്ലണ്ട് മാച്ചാണ്. അതായത് അതുവരെ മെസ്സിയെ അവർക്ക് പൂട്ടാൻ പറ്റി അല്ലെങ്കിൽ മെസ്സിയിലേക്കുള്ള ആക്സസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഇംഗ്ലണ്ട് അഹങ്കരിച്ചെന്നൊരു മൊമെൻറ്റിൽ മെസ്സി കരുതാണ്. എന്നാൽ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം. നമ്മൾ മറ്റേ ബെല്ലിംഗ്ഹാം മെസ്സിയുമായിട്ടൊരു ചാറ്റ് വരുന്നുണ്ട്, ഒരു അഗ്രഷൻ, ഒരു ഒരേൽ ഹീറ്റ് വരുന്നുണ്ട്. ആ ഹീറ്റ് വരുമ്പോൾ മെസ്സിയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഇതും അതും കൂടി ഒന്ന് കൂട്ടി വയ്ക്കണം, ഇപ്പം ശരിയാക്കി തരാം, ഈ ഒരു രീതിയിലായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടു, നമ്മൾ ഈ അതിനുശേഷം വന്ന റീലുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ 19 വയസ്സുകാരൻ റൈറ്റ് വിങ്ങർ മെസ്സി ഒന്ന് ഇറങ്ങി. ആ കറക്റ്റ് ഫീൽ നമുക്ക് കിട്ടി. അതായത് മെസ്സി അങ്ങോട്ടേക്ക് റൈറ്റ് വിങ്ങിലേക്ക് മാറുന്നു, പിന്നെ കാണുന്നത് പന്ത് ഇങ്ങനെ ഇംഗ്ലണ്ട് ബോക്സിലേക്ക് തന്നെ പറക്കുകയാണ്. നിക്കോ ഗോൺസാലസിന് ഒരു ബോളുണ്ട്, നിക്കോ ഇറങ്ങി വന്ന ഫസ്റ്റ് മൊമെൻറ്റിൽ തന്നെ നിക്കോ ഗോൺസാലസിന് ഒരു ക്രോസ് കൊടുക്കുന്നുണ്ട് മെസ്സി. അതായത് മെസ്സി കൊടുക്കുന്ന ക്രോസ് അവിടേക്ക് വരുന്ന ആ പ്ലെയറിനെല്ലാം അറിയാം, ആ പ്ലെയർ എവിടേക്ക് പോകുന്നു മെസ്സിക്ക് അറിയാം. മെസ്സി അങ്ങോട്ടേക്ക് കറക്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കും. ആ ലൗതാരോ മാർട്ടിനസിന് കൊടുത്ത ഗോൾ അസിസ്റ്റ് നോക്കുക. കാരണം അത് ഒരു നോർമൽ പ്ലെയറെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഓൾറെഡി 2 പ്ലേയേഴ്സ് മെസ്സിയുടെ മുന്നിൽ ബ്ലോക്കാണ്. ബോക്സിൽ എണ്ണം പറഞ്ഞ 5 ഡിഫൻഡർമാരുണ്ട്, ഒക്കെ ഒന്നിനൊന്ന് വെച്ച ഏരിയൽ ബോൾ പ്ലേയേഴ്സ്. അന്ന് ലൗതാരോ മാർട്ടിനസിൻ്റെ കൂടെ ഉള്ളത് ജോൺ സ്റ്റോൺസ് ആണ്. സ്റ്റോൺസ് നമുക്കറിയാം ഏരിയൽ ബോളിൽ പക്കയാണ്. ഈ താരങ്ങളൊക്കെ അവിടെ നിൽക്കേ ലൗതാരോ മാർട്ടിനസ് ഏത് ഹൈറ്റിൽ ചാടും, അതിന് ഞാൻ എത്ര കനത്തിൽ ബോൾ കൊടുക്കണം, എങ്ങനെ കർവ് ചെയ്യണം, എല്ലാ ബോധ്യം കൊണ്ടും മെസ്സി കൊടുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് വീക്ക് ഫുട്ടാണ്, റൈറ്റ് ഫുട്ട് കൊണ്ടാണ് ആ ക്രോസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ വീക്ക് ഫുട്ട് എന്ന് ഈ പ്ലേസിന് നമുക്ക് വീക്ക് ഫുട്ട് എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് ശരിക്കും. എന്നിരുന്നാൽ കൂടി സെക്കൻഡറി ചോയ്സ് ഫുട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബോൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ലേ മെസ്സിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിന് 39 വയസ്സിൽ എന്ന് പറയുന്നത് ആ കണക്കൊക്കെ പറ്റുക മെസ്സിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഈ പ്രായം എന്നല്ല, ഏത് പ്രായത്തിലും അങ്ങനെ ഒരു ബോൾ കൊടുക്കണമെങ്കിൽ അത് മെസ്സിക്ക് മാത്രം പറ്റുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ്. ഇങ്ങനെ മെസ്സി എല്ലാ മൊമെന്റ്സും ഫാൻസിന് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ സമയത്ത് ഡ്രിബ്ലിംഗ് കൊടുത്തിട്ടുണ്ട്, ഫ്രീ കിക്ക് ഗോൾ കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ ലോങ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ സന്തോഷങ്ങളും മെസ്സി ഫാൻസിന് കൊടുത്തിട്ടുണ്ട്. അല്ല, ഹേറ്റേഴ്സിനും കൊടുത്തിട്ടുണ്ട്. പെനാൽറ്റി അടിച്ചില്ല, ആളുകൾക്ക് പറയാൻ പറ്റിയ സാധനം കൊടുത്തല്ലോ. 2 പെനാൽറ്റി നഷ്ടപ്പെടുത്തി മെസ്സി. ഏറ്റവും കൂടുതൽ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയ ആൾ മെസ്സിയാണ്. ഈ ഹേറ്റേഴ്സിന് സന്തോഷിക്കാനുള്ള വക ആദ്യം കൊടുക്കും. ഇപ്പോൾ ഈ നമ്മൾ ഈ കംബാക്ക് അടിച്ച മത്സരങ്ങളൊക്കെ നോക്കാം, പെനാൽറ്റി കിട്ടുന്നു, അടിക്കുന്നു. ഇന്ന് വരെ തോറ്റ് മെസ്സിയെ കളിയാക്കാൻ ഒരു കാരണം കിട്ടി. ആരോട്? മെസ്സിയോട്.
അടുത്ത മൊമെന്റിൽ കളി മാറ്റുന്നുണ്ട്. അയാളെ തോറ്റു കാണാനേ എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഭയങ്കര ഉണ്ടായിരുന്നു. ആഗ്രഹമായിരുന്നു ഇത് മറ്റേ ഇനി അഥവാ ജയിക്കുകയാണെങ്കിൽ റിഗ്ഡ് എന്ന് പറയാനും. ഇതിപ്പോ 2022 വേൾഡ് കപ്പെങ്കിലും സമാധാനത്തിൽ ആശ്വസിക്കാലോ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്നലത്തെ ഫൈനൽ നമ്മൾ എവിടെയാണ് മെസ്സി എന്നല്ല സ്കെലോണി ഇറക്കാത്തൊക്കെ മോശമായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ അതിന് മുമ്പുള്ള ദിവസങ്ങളും കൂടി വിമർശകരൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം അയാൾ സെറ്റ് ചെയ്ത് വെച്ച മിഞ്ചുമാർക്കുകളൊക്കെ അവിടെ തന്നെ കിടക്കുകയാണ്. അയാളുടെ തട്ട് എന്നും താണ് തന്നെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മളിത് അവസാനിപ്പിക്കുന്നത്.